കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. സ്തോത്രം. നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. യേശുക്രിസ്തു പറഞ്ഞ ഗിരിപ്രഭാഷണത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗത്തിൻ്റെ ഒരു ഭാഗം ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു കള്ളന്മാരെ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയുക. നല്ല നോട്ടുള്ളിടത്താണ് കള്ളനോട്ടിന് പ്രാതിനിധ്യം കൂടുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രവാചകന്മാരില്ലെന്നോ ആമേൻ സ്തോത്രം അങ്ങനെയുള്ള ശുശ്രൂഷകളെ കുറച്ച് കാണണമെന്നോ ഒന്നുമല്ല കാണുന്നത്. നമ്മൾ യേശു പറയുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ കർത്താവ് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെ ഒന്ന് വായിച്ചേ. മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. അപ്പോൾ 12 പേര്, യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ അയക്കുമ്പോൾ ആജ്ഞാപിച്ചത്, അവരോട് പറഞ്ഞതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കൊടുക്കുന്ന വരങ്ങൾ കണ്ടോണം. യേശുക്രിസ്തു പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? രോഗികളെ സൗഖ്യമാക്കുവിൻ, അടുത്ത് മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ഇത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷ മേഖലയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ചില അധികാരങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഞാനിത് തുടക്കത്തിൽ തന്നെ വായിച്ചതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ വചനമൊക്കെ വായിച്ചിട്ട് ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പ്രവാചകന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെന്നും ഈ ഭൂതങ്ങളുടെ മേൽ ശുശ്രൂഷ ചെയ്യുന്നവരില്ലെന്നും യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം നടക്കത്തില്ലെന്നും ഒക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ വായിച്ചത്. ഇത് പുതിയ നിയമസഭയ്ക്ക് യേശുക്രിസ്തു കൈമാറിയ അധികാരത്തിൽപ്പെട്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യമുണ്ടാകുമെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനുള്ള അധികാരം ആർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്? തൻ്റെ ദാസന്മാർക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നാളെയുടെ നീളകളിൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം എന്ത് ചെയ്യും? ജനത്തോട് ദൈവം അറിയിപ്പ് കൊടുത്തതിന് തെളിവ് നമുക്ക് ബൈബിളിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ശുശ്രൂഷകളൊന്നും ഇല്ലെന്നല്ല, ഈ ശുശ്രൂഷകളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. അത് കർത്താവിൻ്റെ വരവ് വരെ ഈ കൃപാവരങ്ങളെല്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആമേൻ സ്തോത്രം അന്യഭാഷാ വരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം, പ്രവചന വരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം, മറ്റ് കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ദൈവത്തോട് എന്ത് ചെയ്യണം? ചോദിക്കണം. സ്തോത്രം. പക്ഷെ എന്നാൽ യേശുക്രിസ്തു ഈ വചനത്തിൻ്റെ ഭാഗത്തിൽ, നമ്മൾ വായിച്ച ഭാഗത്ത് യേശുക്രിസ്തു പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? ഇതിനിടയിൽ കള്ളപ്രവാചകന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം?
സൂക്ഷിക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പേരിൽ തന്നെ പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പ്രവർത്തികൾ ചെയ്യുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും കണ്ണടച്ചെന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. കാരണം ഇതിൻ്റെ ഇടയിൽ ആരുണ്ട്? കള്ളന്മാരും ഉണ്ട്. സ്തോത്രം. അവരെ തിരിച്ചറിയാം, അവരുടെ ഫലങ്ങളാൽ നമുക്കവരെ തിരിച്ചറിയാം. ഒന്നാമത് ആമേൻ കർത്താവ് പറഞ്ഞു, അവർ ആടുകളുടെ വേഷം എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. സ്തോത്രം. അവരുടെ അകത്ത് ആരാണ്? ചെന്നായിയാണ് അകത്തിരിക്കുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ഏതാ? പിശാചിൻ്റെ സ്പിരിറ്റാണ്. പക്ഷേ ഇവർ ആടുകളുടെ വേഷം പൂണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞ് കടക്കുന്നു. സ്തോത്രം. കർത്താവിന് മഹത്വം. ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഇത് ആമേൻ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഫോക്കസ് ചെയ്ത് കർത്താവ് പറയുമ്പോഴും നമ്മൾ ഒരിടങ്ങളിലും തെറ്റിപ്പോകരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ, നമ്മെപ്പോലുള്ള വിശ്വാസികളുടെ ഇടയിലും നമ്മൾ കൃത്യമായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നതെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുക, അവർ ആടുകളുടെ വേഷം എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഈ വേഷം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? നിങ്ങളൊക്കെ ഈ പടത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആമേൻ. ഈ ആടിൻ്റെ തോലെടുത്ത് ധരിച്ച ഒരു ചെന്നായിയുടെ ഫോട്ടോയൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് വരട്ടെ. ഞാൻ ഈ ഭാഗം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ആമേൻ ഗൂഗിളിൽ അത് അടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഇമേജ് കിട്ടി. സ്തോത്രം. ആമേൻ. കുറേ ആടുകൾ നിൽക്കുന്നു, ചെമ്മരി ആടുകൾ ഒത്തിരി നിൽക്കുമ്പോൾ ചെമ്മടി ആടിൻ്റെ തോലടിഞ്ഞ് ഒരു ചെന്നായി അതിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആളെന്ത് ചെയ്തുകൊണ്ട് നിൽക്കുക? തോലണിഞ്ഞ് നിൽക്കുകയാണ്. സ്തോത്രം. ഒന്നാമത് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തോലണിഞ്ഞ ക്രിസ്ത്യാനികളാണ്. സ്തോത്രം. ഇവരാരാണ്? തോലണിഞ്ഞ ക്രിസ്ത്യാനികളാണ്. എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ നല്ല വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും അല്ലേ, ഇങ്ങനെയുള്ള നല്ല ക്ലീൻ ഷേവായിട്ട് നല്ല വളരെ മിടുക്കന്മാരായിട്ടുള്ള നല്ല വേഷവും ഭക്തിയും ഒക്കെ കാണും. സ്തോത്രം. ചില വിശ്വാസികളും ഇങ്ങനെ ഉണ്ട്. സ്തോത്രം. എന്നാ വേഷം കെട്ടാന്നറിയാമോ? സ്തോത്രം. പള്ളിയിൽ വരുമ്പോൾ ഇവരെ പോലെ ഭക്തിയുള്ള മനുഷ്യർ വേറെ ഇല്ലെന്ന് തോന്നും. ആ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഭക്തിയുള്ള മനുഷ്യർ ഇവരാണെന്ന് തോന്നും. പക്ഷേ സ്വഭാവം അറിയണമെങ്കിൽ അടുത്തുള്ള അയൽവാസികളടുത്തൊന്ന് ആരാഞ്ഞു നോക്കണം. സ്തോത്രം. ഈ ക്രിസ്ത്യാനിയുടെ പവർ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ. സ്തോത്രം. നമ്മൾ ചിലയിടത്ത് സുവിശേഷമൊക്കെ അറിയിക്കാൻ പോകുമ്പോൾ ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രസംഗവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആരാധനയ്ക്ക് വരണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ ഈ പള്ളിയിൽ പോകുന്ന മറ്റ് ചിലരുടെ സ്വഭാവം കാണുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാല് 10 കാലമായിട്ട് എന്ത് ചെയ്യുക? പുറകോട്ട് വെക്കുക. കാരണം ഇവരെവിടെ ചെന്നിരുന്നിട്ട് ഇവരെന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ നന്നായിട്ടില്ല. സ്തോത്രം. ആമേൻ. ഭക്തിയുടെ വേഷധാരികളായിട്ടുള്ള ഒരു സമൂഹം. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മൾ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായി തീരരുത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കള്ളന്മാരെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞതല്ല, എന്നോട് പിണങ്ങരുത്. ബൈബിൾ പറയുകയാണ്, വേഷം ധരിക്കുന്ന, വേഷം കെട്ടെടുക്കുന്ന എല്ലാവരും ആരെന്നറിയാമോ? വേഷം കെട്ടെടുക്കുന്നവരെല്ലാം കള്ളന്മാരാണ്. സ്തോത്രം. ആമേൻ. മുൻപ് ഒരു ദൈവദാസൻ പ്രസംഗിച്ചതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പണ്ട് ഒരു തലമുറയ്ക്ക് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അനുഭവമായിരുന്നു. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന അനുഭവം, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അവർ രുചിച്ചറിഞ്ഞ് അതുകൊണ്ട് വളരെ ശക്തിയോടെ പ്രതികൂലങ്ങൾ വന്നപ്പോഴും കഷ്ടത വന്നപ്പോഴും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും എന്തൊക്കെ കഷ്ടത വന്നിട്ടും അവരുടെ അനുഭവത്തിലൂടെ അവർ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് അവർ യേശുവിന് വേണ്ടി നിന്നു. അടുത്ത തലമുറ വന്നപ്പോൾ, അവരുടെ മക്കളുടെ തലമുറ വന്നപ്പോൾ ഈ അനുഭവം മാറി എന്തായെന്നറിയാമോ? അനുകരണമായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പൻ എങ്ങനെ ആരാധിച്ചോ അതുപോലെ അത് കണ്ടെന്ത് ചെയ്യുന്നു? അനുകരിച്ച് ജീവിക്കുന്നു. അപ്പൻ രാവിലെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് മക്കൾ, ഞാൻ ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ, ചില ചർച്ചുകളിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ എന്തിനാണ് നിങ്ങൾ ഈ പള്ളിയിലൊക്കെ വരുന്നേ? സ്തോത്രം. ഈ യൂത്ത് മീറ്റിങ്ങിനൊക്കെ ഇങ്ങനെയൊക്കെ യൂത്ത് സെമിനാറിനും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പള്ളിയിൽ വരുന്നത്? സ്തോത്രം. നിങ്ങൾ ആരാധനയ്ക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ പറയും, എൻ്റെ അപ്പനും അമ്മയും കൊണ്ടുവരുന്നു, ഞാൻ അതുകൊണ്ട് വന്നു, അതിനപ്പുറത്ത് അവർക്കൊന്നും ഇല്ല. സ്തോത്രം. ചിലർ പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളായത് ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആയി. ഒരു ഹിന്ദുവായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ അവിടെ അവരുടെ രീതി അനുസരിച്ച് പോയേനെ. സ്തോത്രം. മുസ്ലിമായിട്ട് ജനിച്ചിരുന്നേ അവരുടെ മതം അനുസരിച്ച്
പോയേനെ. സ്തോത്രം. അപ്പം അനുഭവം എന്ന് പറയുന്നത് ഒരു തലമുറയ്ക്ക് അനുഭവമായിരുന്നു. രണ്ടാമത്തെ തലമുറ വന്നപ്പോൾ പലർക്കും എന്തായി മാറി? അനുകരണമായിട്ട് മാറി. അനുഭവമുള്ളവൻ ഓടി എന്ത് ചെയ്യും? വരും. അനുഭവമില്ലാതെ അനുകരണം ചെയ്യുന്ന ഒരു തലമുറ വന്നപ്പോൾ അവരെന്ത് ചെയ്യണമെന്നറിയുമ്പോൾ നമ്മൾ കമ്പൽ ചെയ്യണം. സ്തോത്രം. അവർ വരും. കമ്പൽ ചെയ്താൽ വരും. വന്നിട്ട് ആരാധനയ്ക്ക് വന്ന് സ്തോത്രം. ഈ നമ്മുടെ പഴയ അപ്പച്ചന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവന്, ഈ ബാൻഡ് കൊട്ടുന്നവന് ഒരു കാലത്തും അഭിഷേകം പ്രാപിക്കൂല. സ്തോത്രം. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് യവൻ വന്നിരുന്ന് ബാൻഡ് അടിക്കുകയും മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ആശാൻ ആരെന്നറിയാമോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിച്ച കള്ളനവനായിരിക്കും. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അടുത്ത തലമുറ വന്നപ്പോൾ ഇത് അനുകരണമായിട്ട് മാറിയിരിക്കുക. അനുകരണമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇരിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് ആ പാസ്റ്റർ പറഞ്ഞു, ഈ മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ സ്തോത്രം, ഒന്നാമത്തെ തലമുറയ്ക്ക് എന്തുമായിരുന്നു? അനുഭവം ആയിരുന്നു. രണ്ടാമത്തെ തലമുറ വന്നപ്പോൾ അതിനെ അനുകരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ അനുഭവവും ഇല്ല, അനുകരണവും ഇല്ല, അഭിനയമാണ്. സ്തോത്രം. എന്തുവാണ്? അഭിനയിക്കുകയാണ്. സ്തോത്രം. പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിക്കുന്നു, ആരാധിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. ഈ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരുണ്ടല്ലോ, ഫ്രണ്ടിൽ വന്നിട്ട് തലേ ദിവസം പഠിപ്പിച്ചതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. പറഞ്ഞു തീരും മുമ്പ് എന്ത് ചെയ്യുമെന്നറിയാം? ഫ്രണ്ടിലിരിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുമെന്നറിയാം? അവർ അതിന് റെസ്പോണ്ട് ചെയ്യും, അതിനെ പറയാൻ തുടങ്ങും. എന്താണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ചോദിക്കുമ്പോൾ അവരങ്ങോട്ട് പറയാൻ തുടങ്ങും. ഒരു കുട്ടിയോടല്ല, എല്ലാവരും പൊതുവായിട്ട് ചോദിക്കും, അവരൊക്കെ പറയാൻ തുടങ്ങും. അപ്പം ബാക്കിലിരിക്കുന്ന എന്നെ പോലെയുള്ള ബാക്കിലിരിക്കുന്ന പിള്ളേരുണ്ട്, ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഫ്രണ്ടിലിരിക്കുന്നവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുകയാണ്? ആൻസർ പറയുകയാണ്. ഞങ്ങൾക്ക് ആൻസർ അറിഞ്ഞുകൂടാ, ഈ ക്വസ്റ്റ്യനും എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്, ഞങ്ങളും എന്താണ് ആൻസർ പറയുകയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് ചുമ്മാ കാണിക്കുക. അങ്ങ് അവരെ ടീച്ചർ നോക്കുമ്പോൾ അയ്യോ എല്ലാ കുട്ടികളും പഠിച്ച് മിടുക്കരായിട്ട് വന്നിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളെപ്പോലെ സൂത്രം പിടിച്ച കള്ളന്മാർ വേറെ ഇല്ല. സ്തോത്രം. അതേപോലെ ചില മിടുക്കന്മാരുണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ ഞങ്ങളെ ഈ സ്കൂളിൽ തന്നെ ചിലപ്പോൾ ടീച്ചർമാർ എന്ത് ചെയ്യുന്നറിയാമോ? ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വായിക്കാൻ പറയും. ടെക്സ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാൻ പറയും? വായിക്കാൻ പറയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയും. കാരണം ഇടയ്ക്ക് നിന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? വായിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഈ ഇടയ്ക്കിരിക്കുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടി കളിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇടയ്ക്ക് വെച്ച് ഈ വായിച്ചു വരുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് വിട്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, ടീച്ചർ നോക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. എന്തുവാണെന്നറിയാമോ? പുസ്തകമൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നോക്കിയിരിക്കുന്നത് കണ്ടാൽ ഞങ്ങൾ ആ ഇടുന്ന ഓവർ കോൺഫിഡൻസ് കണ്ടാൽ അത് കാണുന്നവർ വിചാരിക്കും കൃത്യമായിട്ട് അവൻ്റെ കൂടെ ഇപ്പം ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യും? ആൻസർ പറയും. അപ്പം എല്ലാവരും എന്തല്ല, ജെനുവിനല്ല. നമ്മൾ കാണുന്നത് വെച്ച് എന്ത് ചെയ്യരുത്? വില എഴുതരുത്. നമ്മൾ കാണുന്നത് പോലെ മിടുക്കരല്ല എല്ലാവരും. സ്തോത്രം. ഒരിക്കലും ഒരു വ്യക്തിയുടെ ശുശ്രൂഷ കണ്ടിട്ടോ, ഒരു വ്യക്തിയുടെ പള്ളിയിലുള്ള അവൻ്റെ സ്വഭാവം കണ്ടിട്ടോ അവൻ എന്ത് ചെയ്യരുത്? ആമേൻ. നമ്മുടെ മനസ്സിനകത്ത് അവൻ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന പുള്ളിയാണെന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെക്കരുത്. സ്തോത്രം. കാരണം നമ്മൾ അവരുടെ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം എവിടെയാണ് നോക്കുന്നതെന്നറിയാം? അവൻ്റെ ഉള്ളമാണ് നോക്കുന്നത്. നമ്മോട് ഓരോരുത്തരോടും ഇന്ന് വൈകുന്നേരം പരിശുദ്ധാത്മാവിന് പറയാനുള്ള കാര്യം ഇതാണ്: പുറമേ ഉള്ള ക്രിസ്തീയ ഭക്തി കൊണ്ട്, ഒരു ഭക്തനായി ജീവിച്ചത് കൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്. പുറമേ ഉള്ള ഭക്തിയുടെ കവർ ഊരിക്കളഞ്ഞിട്ട് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ മാത്രമേ കൈവിടപ്പെടാതെ അന്ത്യം വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ പാസ്റ്ററിനെ കാണുമ്പോൾ സ്തോത്രവും ബേക്കിൽ കൂടെ സൂത്രവും പണിയുന്ന കള്ളവിശ്വാസികളായിട്ട് നമ്മളാരും മാറരുത്. കർത്താവിന് മാത്രം, ദൈവത്തിന് മഹത്വം. ഒന്നാമത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു, അവർ ഭക്തിയുടെ വേഷം എന്ത് ചെയ്യുന്നു? ആടുകളുടെ വേഷം ധരിച്ചു വരുന്നു, പക്ഷെ അകമേ അവരാരാണ്? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. എന്ന് പറഞ്ഞാൽ നിന്നെ ഊറ്റാനാണ് അവൻ്റെ ലക്ഷ്യം. സ്തോത്രം. നിന്നെ നശിപ്പിക്കണം, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഇങ്ങനെ ഉള്ളവരുടെ ലക്ഷ്യം. അതുകൊണ്ട്
വേഷം ധരിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ പറഞ്ഞത്. സ്തോത്രം. രണ്ടാമത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്ന 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, അവരുടെ ഫലങ്ങളാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യാം? തിരിച്ചറിയാം. പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല ഫലം കായ്ക്കും. അടുത്ത്, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനത്തെ ഫലം വരണം? നല്ല ഫലം വരണം. ഒരു പ്ലാവ് നമ്മുടെ വീട്ടിൻ്റെ നടയിലുണ്ടെന്നിരിക്കട്ടെ. ആ പ്ലാവ് വളർന്നു, അത് പൂവിട്ടു, കായിട്ടു, അത് കായ്ച്ചു. അത് വരിക്കയാണോ കൂഴയാണോ ഏത് ജാതിയുള്ള ഫലമാണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ പഴം പഴുത്ത് അതിനെ നമ്മൾ കഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതേപോലെ യേശുക്രിസ്തു പറയുകയാണ്, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം വരും, ആകാത്ത വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലമേ വരത്തുള്ളൂ. സ്തോത്രം. എത്രയൊക്കെ അഭിനയം കാണിച്ചാലും എത്രയൊക്കെ വേഷം കെട്ട് കാണിച്ചാലും നിന്റെ അകത്ത് നിന്ന് വരുന്ന ഫലം ഉണ്ടല്ലോ. സ്തോത്രം. നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, നിന്റെ അകത്ത് നിന്ന് നീ പോലും അറിയാതെ ചാടി വരുന്ന സ്വഭാവം ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആകാത്ത ഫലമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആകാത്ത ഫലം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നെങ്കിൽ മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് നല്ല ഫലം കായ്ക്കാനായിട്ട് പഠിക്കണം. ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, സ്തോത്രം, നമ്മുടെ സ്തോത്രം, കുറവുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തട്ടെ. നമ്മുടെ കുറവ് മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നതിന് പകരം, ഒരു പ്രവാചകൻ നിന്റെ തലയിൽ കൈവച്ച് ദൂത് പറയുന്നതിന് പകരം, ഇന്ന് പകൽക്കാലം വചനം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിനകത്തുനിന്ന് വരുന്ന ഫലം നല്ല ഫലമാണോ അതോ അത് ചീത്ത ഫലമാണോ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ഇന്ന് പകൽക്കാലം ഒന്ന് സ്വയം ശോധന ചെയ്യ്. തന്നെത്താൻ ശോധന ചെയ്യുന്നവനൊക്കെയും രക്ഷിക്കപ്പെടുവാനിടയായി തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്വയമായിട്ടുള്ളൊരു ശോധനയുടെ ദിവസമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാകുന്നു. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരായി തീരണമെന്ന. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ നമ്മെ തന്നെ ശോധന ചെയ്തേ. നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. അടുത്ത് താഴോട്ട് വായിക്കുമ്പോൾ വലിയൊരു വാണിംഗ് വചനം നമുക്ക് തരികയാണ്. എന്തുവാ? താഴോട്ടൊന്ന് വായിച്ചേ. നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും കായ്പാൻ ഒരിക്കലും കഴിയത്തില്ല. അടുത്ത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷത്തിനെയും വെട്ടി തീയിലിടുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തിനെ, സ്തോത്രം, നിനക്ക് ദൈവം വളമിട്ടു, നിനക്ക് വെള്ളമൊഴിച്ചു, വളരുവാനുള്ള എല്ലാ സാഹചര്യവും ദൈവം ഒരുക്കി തന്നു. വിശ്വസിക്കുവാനും ആരാധനയ്ക്ക് കടന്നു വരുവാനും ആരാധിക്കുവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും നിന്റെ കൈയുടെ തുമ്പിൽ ദൈവം കൊണ്ടു തന്ന് ദൈവം നിന്നെ വെള്ളവും വളവും ഒഴിച്ച് ദൈവം നിന്നെ വളർത്തുകയാണ്. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. കാട്ടൊലിവായിരുന്ന നിന്നെ, കാട്ടൊലിവായിരുന്ന എന്നെ ആ കാട്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത് നാട്ടൊലിവാക്കി തീർത്തു. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. മഹാകൃപയുടെ വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടു. വെള്ളം തന്നു, വളം തന്നു, ജീവിത സൗകര്യത്തിന് ആവശ്യമായതെല്ലാം ദൈവം തന്നു. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കകത്ത് ദൈവപ്രവർത്തികൾ നമ്മൾ കണ്ടു. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവർത്തികൾ നമ്മൾ കണ്ടു. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടും
ഇന്നും നീ ഫലം കായ്ക്കാൻ കഴിയാതെ ആകാത്ത ഫലം മാത്രം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമായാണ് നീ ഇന്നും തുടരുന്നതെങ്കിൽ അവസാനമായിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് വാണിംഗ് പറയുക. ഏത് വലിയ പടുവൃക്ഷമായാലും നീ ആകാത്ത ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കോടാലി നിന്റെ ചുവട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇത്രയും നാളാകാത്ത ഫലം കായ്ച്ചിട്ടും എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് നീ നിഗളിക്കരുത്. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി ഇരിപ്പുണ്ടെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി നിൽക്കുന്ന, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ഈ ഒരു വർഷം കൂടെ നിനക്ക് തന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഒരായുഷിലെ ഒരു ദിവസം കൂടെ തരുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഒരു വർഷം കൂടെ തരുന്നത് ദൈവത്തിൻ്റെ കൃപയാ. നല്ല ഫലം കായ്ക്കാത്തതിനെ ഒക്കെയും ഒരു ദിവസം അവൻ വെട്ടി തീയിലിട്ട് കളയും. ഇത് സഭയോട് ഇന്ന് പകൽക്കാലം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന, അടുത്തു മകനെയുമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വചനം ഒരു വാണിംഗ് ആയിട്ട് പറയുക. വളരെ ശ്രദ്ധിച്ചു വേണം ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്നെ ദൈവം എവിടെയാക്കി വെച്ചിരിക്കുന്നോ വിശ്വസ്തനായി നിൽക്കണം. വിശ്വസ്തയോടെ ഫലം കായ്ക്കണം. നിന്നെ ദൈവം ഒരു ശുശ്രൂഷകനായി അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിശ്വസ്തനായി നിന്ന് ഫലം കായ്ക്കാൻ നീ പഠിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് നീ ഫലമുള്ളവനായി തീരണം. നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. സഭയ്ക്കകത്ത് നല്ല ഫലമുള്ളവനായി തീരണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആകാത്ത ഫലം കായ്ക്കുന്നതിനെ ഒക്കെയും എന്ത് ചെയ്യുന്നു? ദൈവം വെട്ടി തീയിൽ ഇടുന്നു. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്തുവാണെന്നറിയാമോ? കള്ളപ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കാം, അടുത്ത വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ 20 തൊട്ട് താഴോട്ട് വായിച്ച് തിരിച്ചറിയും. അടുത്ത എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവരുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ എവിടെ കടക്കത്തുള്ളൂ? സ്വർഗരാജ്യത്തിൽ കടക്കത്തുള്ളൂ. അടുത്ത് എന്ന് ആ നാളിൽ എന്നോട് പലരും പറയും. ഏത് നാളില? അവസാന ദിവസം കർത്താവ് നീതിയും ന്യായവും തിരിച്ച് അവനവൻ്റെ പ്രവർത്തിക്ക് അടുത്ത പ്രതിഫലം വാങ്ങാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അന്നാളിൽ പലരും യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? പ്രവചിച്ചവരാണ്. സ്തോത്രം. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചെറിയ അത്ഭുതങ്ങൾ ചെയ്തെന്നല്ല ഇവിടെ കാണുന്നത്. കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും അടുത്ത നിൻ്റെ നാമത്തിൽ എന്ത് ചെയ്തു? ഭൂതങ്ങളെ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഒക്കെ ചെയ്തവർ ആമേൻ യേശുവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ പറയുമെന്ന്. ഈ യേശു കള്ളം പറയുമോ? യേശു ആരുടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ദൈവം കള്ളം പറയത്തില്ല. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അവിടെ അത്ഭുതമെന്ന് കേൾക്കുമ്പോൾ പോകരുത്. കാരണം വചനത്തിൽ പറയുക, എടാ പ്രവചിക്കുന്ന പലരും, ഭൂതങ്ങളെ പുറത്താക്കിയ പലരും. അടുത്ത് താഴോട്ട് വായിക്കുമ്പോൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ ചെറിയ പ്രവൃത്തികളെന്നാണോ? വളരെ വീര്യ പ്രവർത്തികൾ ചെയ്തു എന്നു അനേകർ വന്ന് എൻ്റെ അടുത്ത് എന്ത് ചെയ്യും? പറയും. യേശു പറയുക, അനേകർ വന്ന് എൻ്റെ അടുത്ത് പറയും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ എൻ്റെ പ്രിയപ്പെട്ട സുവിശേഷകന്മാർ, എൻ്റെ പ്രിയ സഹ ശുശ്രൂഷകന്മാരോടും കൂടെ ആമേൻ ഈ വചനമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. ആമേൻ. ദൈവം ഈ കൃപാവരങ്ങൾ ദൈവം കൊടുക്കും കേട്ടോ. നിങ്ങളും ആഗ്രഹിച്ചാൽ നിങ്ങൾക്കും തരും. ആമേൻ. നമ്മൾ കാണുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, പ്രവചന വരത്തെ വാഞ്ചിക്കണം. ഈ കൃപാവരങ്ങളെ എല്ലാം വാഞ്ചിക്കണം. കൊരിന്ത്യ സഭയുണ്ടല്ലോ, ഈ കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലായിരുന്നു. ഇവിടെ ഇന്ന് എത്ര കൃപാവരങ്ങളുണ്ട് നമുക്ക്. സ്തോത്രം. നമ്മളൊക്കെ ആമേൻ വളരെ വിരളമായ അന്യഭാഷ പറയുന്നവരുണ്ട്, പ്രവചിക്കുന്നവർ, ദർശനം കാണുന്നവർ, ആമേൻ രോഗശാന്തി ചെയ്യുന്നവരൊക്കെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൃപാവരങ്ങൾ മാത്രമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ എന്നാൽ ഞാൻ പറയട്ടെ,
കൊരിന്തിയ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃപാവരത്തിനും കുറവില്ല. 9 കൃപാവരവും അവർക്ക് എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അവിടുത്തെ സഭായോഗം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയല്ല. നമ്മളിവിടെ 10 മണിക്ക് തുടങ്ങിയ 12:30 ആവാൻ വേണ്ടി എന്ത് ചെയ്യുക? നോക്കി ഇരിക്കുകയാണ്. 12:30 ആയെങ്കിൽ ചവിട്ടി നിർത്തണം എന്നുള്ള ഇതിൽ. സ്തോത്രം. നമ്മളിവിടെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന 5:30 കഴിയുമ്പോൾ നമുക്ക് ആമേൻ സ്തോത്രം ബസ് പോയോ എന്തോ, സ്തോത്രം അടുത്ത് വണ്ടി കിട്ടുമോ എന്തോ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വീട്ടിൽ വിരുന്നുകാർ വന്നിട്ട് അവർ പോയോ എന്തോ, അവരിനി എപ്പോൾ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷേ അവിടെ സഭാരാധന തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടെന്നാണ് പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ? പ്രവചിക്കുന്നവർ 1-2 പേരല്ല, നിരന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ആമേൻ ആ സഭയ്ക്കകത്ത് മുഴുവനുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യുന്നത്? കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർ. അതുകൊണ്ട് ഒരു പാട്ടുപാടി അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാധന പിടിച്ചു നിർത്താൻ ഭയങ്കര പാടാണ്. കാരണം ഒരുവനിതാ വെളിപ്പാട് പറയുന്നു, അത് കഴിഞ്ഞ ഉടനെ അടുത്ത പ്രവചനം പറയുന്നു, സഭയ്ക്ക് അടുത്ത തലങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ പറയുന്നു, പുതുതായിട്ട് വരുന്നവരെ കുറിച്ചുള്ള ദൂത് പറയുന്നു. ശുശ്രൂഷകരെ കൊണ്ടങ്ങ് നിറഞ്ഞു, കൃപാവരങ്ങളെ കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. അവരുടെ ഇടയിലാണ് പൗലോസ് പറഞ്ഞത് എന്നാന്നറിയാം? അതുകൊണ്ട് നിങ്ങൾ ഇനി അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ 2-3 പേര് എന്ത് ചെയ്യണം? പറഞ്ഞാൽ മതി. ചിലർ ഈ വചനങ്ങളൊക്കെ എടുത്തിട്ട് ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുന്നവരുണ്ട്. ആ സിറ്റുവേഷനിലാണ് പൗലോസ് പറഞ്ഞെന്ന് ഓർക്കണം. ഇത്രയും നിറഞ്ഞ് ശുശ്രൂഷിക്കാൻ കഴിയാതിരിക്കുക പൗലോസ് അവരെ ഉപദേശിക്കുന്നതാണ്. ഈ ആമേൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അടുത്ത് നിങ്ങൾ പ്രവചന വരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ വാഞ്ചിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശുശ്രൂഷയിൽ ഇങ്ങനെ ആമേൻ തള്ളി നിൽക്കുന്ന ആളുകൾ. സ്തോത്രം. ഒത്തിരി പേര് ഇതിനു വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുക. ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക, അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോഴാണ് പൗലോസ് ഈ വാക്കുകൾ പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഇത്രയും കൃപാവരങ്ങൾ ഉപയോഗിച്ച് കണ്ടിരിക്കുന്ന സഭയിൽ പൗലോസ് പറയുന്ന മറ്റൊരു വാക്കുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയും അസൂയയും കുശുമ്പും പിണക്കവും എല്ലാം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സ്തോത്രം. എന്നിട്ട് അതിനേക്കാളും വേറൊരു കാര്യം കൂടെ പറയുന്നു. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുകാരനായിട്ടുള്ള ഒരുത്തൻ വന്നിരുന്നിട്ട് അവനെ പുറത്താക്കാനോ അല്ലെങ്കിൽ അവനെ ഉപദേശിച്ച് നേരെയാക്കാനോ ശ്രമിക്കാതെ നിങ്ങൾ ഇതൊക്കെ പുറത്തു കൊള്ളുന്നതിൽ ഞാൻ അതിശയിക്കുന്നു. അതേ സഭയോട് ആര് പറയുന്നതാ? പൗലോസ് പറഞ്ഞു. അപ്പം ഞാനിത് ചിന്തിച്ചേ, ഇത്രയും ആത്മീക വരങ്ങളും കൃപാവരങ്ങളും ഉള്ള സഭയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള അസൂയയും പിണക്കവും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവുമോ? സ്തോത്രം. അന്ന് ഇത്രയും കൃപാവരം ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഉണ്ട്. ഇന്ന് ഒന്നുമില്ല. ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാത്രമേ, പിണക്കവും അടിയും കുശുമ്പും കുന്നായ്മയൊക്കെ മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആ സമൂഹത്തിനെ നോക്കിയിട്ട് അപ്പോസ്തലനായിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് കൃപാവരത്തിനൊന്നും കുറവില്ല, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണം, നിങ്ങൾ പ്രവചിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരിക്കലും വിലക്കരുത്. നിങ്ങളത് വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ കൂടുതലായി അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. ആമേൻ. സ്തോത്രം. ഇങ്ങനെയൊക്കെ കൃപാവരങ്ങളെക്കുറിച്ച് വേർതിരിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഇടത്ത് തന്നെ ഇവരുടെ ഇടയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളും എന്ത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. സ്തോത്രം. അവിടെ നിന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. അതുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക വീര്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു എന്ന് അനേകർ വന്ന് എൻ്റെ അടുക്കൽ പറയും. അപ്പം യേശു എന്നാ പറഞ്ഞേ? വായിച്ച്. കർത്താവ് എന്നാ മറുപടി പറയുന്നേ? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ഒരു കൃപാവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരുവന് കൃപാവരം ദൈവം കൊടുത്തു, ഒരു പ്രവചനപരമോ അന്യഭാഷാപരമോ എന്തെങ്കിലും ദൈവം ഒരു ഗിഫ്റ്റ്, അതൊരു ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാ. സ്തോത്രം. ദൈവത്തിന് ആർക്ക് വേണോ ഗിഫ്റ്റ് കൊടുക്കാം. സ്തോത്രം. ഇവിടെ ഇരുന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഹന്നമോൾക്ക് ദൈവത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. കർത്താവ് കൊടുക്കുന്ന ഗിഫ്റ്റ്. പക്ഷേ ഈ ഗിഫ്റ്റ്, സ്തോത്രം, നിന്നെ സ്വർഗത്തിലെത്തിക്കാനുള്ള ഗിഫ്റ്റ് അല്ല. സ്തോത്രം. ഈ ഗിഫ്റ്റ് ഉണ്ടെന്ന് കരുതി നീ വഴിതെറ്റി ജീവിച്ചാൽ നീ എവിടെ പോകത്തുള്ളൂ എന്നാ പറയുന്നേ. സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഈ ഭിന്നതയും അസൂയയും കുശുമ്പും ജഡത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ
കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരുന്നു ഈ സഭ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, കൃപാവരങ്ങളല്ല നിൻ്റെ ആത്മീക നിലവാരത്തിനെ നിശ്ചയിക്കുന്നത്. സ്തോത്രം. നീ നേരെയുള്ള പാതയിലാണോ നടക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് നിൻ്റെ മേലുള്ള കൃപാവരങ്ങളല്ല. സ്തോത്രം. ഹല്ലേലൂയ. കൃപാവരങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യാൻ ഈ ലോകത്തിലുള്ള ദൈവത്തിനും പറ്റും. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയപ്പോൾ മോശയുടെ കയ്യിൽ ഒരു ഉണക്ക വടിയുണ്ടായിരുന്നു, അല്ലേ? ഒരു വടിയുണ്ടായിരുന്നു. മോശ ആ വടി എന്ത് ചെയ്തു? താഴെ ഇട്ടപ്പം ആ വടി എന്തുമായി തീർന്നു? സർപ്പമായി മാറി. അത്ഭുതപ്പെട്ട് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഫറവോൻ തൻ്റെ മന്ത്രവാദികളെ വിളിച്ചു. നിര വന്ന് അവരുടെ കയ്യിലിരുന്ന വടിയും എന്ത് ചെയ്തു? താഴോട്ട് ഇട്ടു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ വന്നപ്പം മോശ വിചാരിച്ചിരുന്നത് ഒരു പാമ്പേ, അവൻ്റെ പാമ്പ് മാത്രം ഇവിടെ കാണുമെന്നത്. ആ കളി മാറി. ഇവിടെ ഒന്നേ ഉള്ളൂവെങ്കിൽ അവിടെ 12 എണ്ണം നിരന്ന് നിൽക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. അപ്പോൾ വീര്യപ്രവർത്തികളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ നമ്മൾ പോകാൻ നിന്നാൽ ഏറ്റവും വലിയ വീര്യപ്രവർത്തികൾ ആര് ചെയ്യുമെന്നറിയാമോ? പിശാച് ഇതിനേക്കാളും വലിയ വീര്യപ്രവർത്തികൾ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനം വഴിതെറ്റാനുള്ള വഴി കണ്ടോ? സ്തോത്രം. അത്ഭുതം എന്ന് കേട്ട ഉടനെ എന്താണ്? ബാഗ് എടുത്തോണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെയും ഇവിടെ അത്ഭുതം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ അതിൻ്റെ ഇതിൻ്റെയും പുറകെ ഓടാൻ നിൽക്കരുത്. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിത്യ നരകത്തിൽ പോയി വീഴും. സ്തോത്രം. ഇങ്ങനെ ഒരു വലിയ കൂട്ടത്തിനെ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ? തട്ടി തെറ്റിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. അവിടെയൊക്കെ പോകുന്നവർ ആമേൻ സ്തോത്രം ഞായറാഴ്ച എങ്ങനെ വേണോ ജീവിച്ചാൽ മതി, ആരും കാണൂല. അവിടെ പള്ളി പോയോ പോയില്ല എന്നുള്ളത് പോലും ആരും അറിയൂല. സ്തോത്രം. അങ്ങനെ ഉള്ളിടത്ത് പോകാനാണ് ആളുകൾക്ക് ആമേ ഉത്സാഹവും കൂടുതൽ. സ്തോത്രം. അവിടെ ആകുമ്പോൾ ആരും അറിയൂല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ ഈ വചനത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ക്രിസ്തീയ ജീവിതത്തെ കാണണം. സ്തോത്രം. വചനത്തെ വളരെ സീരിയസ്നെസ് ആയിട്ട് നമ്മൾ കാണുന്നവരായിരിക്കണം. വചനം പറയുക, അനേകർ വന്ന് എൻ്റെ അടുക്കൽ പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ എന്ത് അനേക വീര്യപ്രവർത്തികൾ ചെയ്തു. സ്തോത്രം. ഈ മോശ തറയിൽ പാമ്പ് വടിയിട്ടപ്പോൾ പാമ്പായല്ലോ. മൊത്തം അവിടെ കുറേ പാമ്പുകളായി മന്ത്രം. അവസാനം എന്നാ ഉണ്ടായത്? മോശയുടെ പാമ്പ് ആ വടികളെ, അവരുടെ പാമ്പുകളെ എല്ലാം എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. ഇതിനൊരു അവസാനമുണ്ട്. സ്തോത്രം. ഇതിനെ എല്ലാം കൂടെ എന്ത് ചെയ്യും? വെട്ടി ഒരു ദിവസം എന്ത് ചെയ്യും? തീയിലിടും. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ പാമ്പുകളെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. കർത്താവിന്. ഞാൻ ഇന്നാളൊരിക്കൽ ഈ പാറശാലയിൽ നിന്ന് കൊറോണ സമയത്ത് ഒരു ദിവസം അമ്മയെ ഡ്യൂട്ടിക്ക് കൊണ്ട് വിട്ടിട്ട് ഞാൻ പാറശാലയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നിന്ന് ഒരു അപ്പച്ചൻ കൈ കാണിച്ചു. സ്തോത്രം. ഒരു ഈ കാഷായ വസ്ത്രം ധരിച്ച, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ കോവിലിൽ ഇവിടെയുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് ബൈക്കിൽ കയറ്റി ഞങ്ങളിങ്ങനെ ബൈക്കിൽ പൊക്കോണ്ടിരുന്നപ്പോൾ പുള്ളി പുറകിലിരുന്നിട്ട് ആദ്യം എന്നോട് പറയുക, തമിഴിലാണ് പറയുന്നത്, ഈ ദേവനെ നിങ്ങൾ സേവിക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന്. സ്തോത്രം. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ ഇരുന്നു. പുള്ളിയോട് എന്തോ ഞാൻ പറഞ്ഞോ ഞാൻ ഭാഷയാണെന്ന്? ഞാൻ പറഞ്ഞൊന്നുമില്ല. പുള്ളി ഇങ്ങോട്ട് പറയുക, ദേവനെ നിങ്ങൾ സേവിക്കരുത്, നിങ്ങൾക്ക് നന്മയായിരിക്കും. എന്നിട്ട് പിന്നെ വേറെ എന്തോ 1-2 കാര്യം കൂടെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ബാക്കി കൂടെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാക്കിയൊന്നും പറയണ്ട, അടുത്ത് അപ്പച്ചൻ എവിടെ ഇറങ്ങേണ്ടേ? ഞാൻ പറഞ്ഞു, അവിടെ വരെ മിണ്ടാതെ ഇരുന്നാൽ ഞാൻ അവിടെ വരെ കൊണ്ടുവിടും. ഇനി എന്തെങ്കിലും മിണ്ടിയ ഇപ്പം ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേ. അപ്പച്ചൻ പിന്നെ ഇറങ്ങുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങിയപ്പോൾ ആമേ അപ്പച്ചൻ എന്നിട്ട് പിന്നെ പോട്ടാ പുള്ളേ. ഞാൻ പറഞ്ഞു, ശരി പൊക്കോളി. സ്തോത്രം. അപ്പോൾ അവർ കൃത്യം, ഞാൻ പിന്നീട് ചിന്തിച്ചു, പുള്ളി പറഞ്ഞത് കൃത്യം 1-2 പോയിന്റ് പറഞ്ഞെങ്കിലും പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ റൂട്ട് എൻ്റെ സ്ഥാനത്ത് ഞാൻ ചിന്തിക്കും, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും വിശ്വാസികൾ വല്ലതും ആയിരുന്നെങ്കിൽ നൈസായിട്ട് എന്നാൽ പിന്നെ 2 ബാക്കി കൂടെ കേട്ടിട്ട് അപ്പച്ചനൊരു 100 രൂപ ഇറങ്ങുമ്പോൾ കിട്ടുകയും ചെയ്യും. സ്തോത്രം. ബാക്കി കൂടെ കേൾക്കാം. നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, പിശാച് പണ്ട് ഏദൻ തോട്ടത്തിൽ ഇതേ പരിപാടിയാണ് കേൾപ്പിച്ചത്. ഇങ്ങി വാ, ഞാൻ നിനക്ക് നിൻ്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നതിനേക്കാളും ക്ലിയറായിട്ട് ഞാൻ നിനക്ക് കാര്യങ്ങളെ പറഞ്ഞു തരാം. നിൻ്റെ ഭാവി ഞാൻ പറഞ്ഞു തരാം. നീ ഇത് തിന്നാ എന്ത് ചെയ്യൂല? മരിക്കൂല. നീ തിന്നുന്ന നാളിൽ നീ ദൈവത്തിനെ പോലെ ആകും. സ്തോത്രം. ഹല്ലേലൂയ. ഭാവി പറയാൻ മിടുക്കനാണ് പിശാച്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് ഇവിടെ ആരാധനയ്ക്ക് വരുന്ന ഒറ്റ എണ്ണം
ഇതുപോലുള്ള കള്ളന്മാരുടെ പുറകെ, പിശാചിൻ്റെ പുറകെ പോകരുത്. ഉദാഹരണമായി ഒരു വചനം വായിക്കുക. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വന്ന്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം, അതിൻ്റെ 9, 10, 11 വായിച്ചേ. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ശാപം നിമിത്തം ദേശം ദുഃഖിച്ചിരിക്കുക, ഉണങ്ങിപ്പോയിരിക്കുക, ദോഷമുള്ളതും ആകുന്നു. അടുത്ത് അതാ അവിടെ അടുത്ത വചനം പറയുക, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വഷളന്മാരായി മാറിയിരിക്കുന്നു. അടുത്ത് കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. താഴോട്ട് വായിച്ചാൽ അതിൻ്റെ ഒരു 16-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാമോ? ഇരുട്ടും വഴുവഴുപ്പുമായിരിക്കും. അടുത്ത് അവർ അതിൽ കാല് തെറ്റി വീഴും. അടുത്ത് ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നു. അടുത്ത് അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനത്തെ അവർ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. അടുത്ത് വ്യാജത്തിൽ നടക്കുന്നു. അടുത്ത് ആരും തൻ്റെ ദുഷ്ടത വിട്ട് തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. കണ്ടോ? സ്തോത്രം, ആമേൻ. ഇങ്ങനെയൊക്കെ കള്ളപ്രവചനങ്ങൾ പ്രവചിക്കുന്നിടത്ത് ഒരുത്തനെ മാനസാന്തരപ്പെടുത്താനുള്ള വചനം പറയത്തില്ല. സ്തോത്രം. യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയൊക്കെ ദൈവം നിയമിച്ചത് എന്തിനാണെന്നറിയാമോ? തെറ്റിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു കൂട്ടം ജനത്തിനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദമായി പ്രവാചകന്മാരൊക്കെ എഴുന്നേറ്റത്. ആമേൻ. ദേശം, ആമേൻ, യിരെമ്യാവ് പറയുക, ദേശം വഷളത്വം കൊണ്ട്, പാപം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇതാ ഒരു തലമുറ, ഈ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം കൂടെ ചേർന്ന് നിന്ന് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ജനത്തിന് മടങ്ങി വരാനുള്ള ദൂതല്ല കൊടുക്കുന്നത്, ഇവർ ജനത്തിന് തെറ്റിച്ച് കളയുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒറ്റ എണ്ണവും തെറ്റിപ്പോകരുതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ ഈ വചനം എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഒറ്റ എണ്ണവും നശിച്ചു പോകരുത്. സ്തോത്രം. എല്ലാവരും സത്യവചനം എന്തുവാണെന്ന് ഗ്രഹിച്ചിട്ടേ പോകാവൂ. ഇന്ന് പകൽക്കാലം എൻ്റെ വചനം കേൾക്കുന്ന, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നമ്മൾ നേരെ ജീവിച്ചില്ലെങ്കിൽ, വചനമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒറ്റ എണ്ണവും രക്ഷപ്പെടത്തില്ല. സ്തോത്രം. ഒരു ഭാഗം കൂടെ നമ്മൾ ചിന്തിച്ചതാ ഇന്നത്തെ, ആമേൻ, സ്തോത്രം, മീറ്റിംഗ് നമ്മൾ നിർത്തുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മത്തായി എഴുതിയ സുവിശേഷം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്ത് പറയും. സ്തോത്രം. കർത്താവിന് മഹത്വം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനത്തിനനുസരിച്ച് നിന്റെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ ഉള്ളിനകത്ത് കൂടിയേ തീരൂ. സത്യവും കള്ളവും തിരിച്ചറിഞ്ഞ് സത്യത്തിനൊത്തവണ്ണം ജീവിക്കണമെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവിനാൽ നീ നിയന്ത്രിക്കപ്പെടുന്നവനായി തീരണം. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് തരാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവത്തിനേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചോദിച്ച, കർത്താവേ, സത്യത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, സത്യത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ വഴിയിൽ നശിച്ചു പോകുന്നവരായി തീരരുതേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ.